ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ല, നമുക്ക് ആലോചിക്കാം. അപ്പം ഞാൻ എന്താ ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നു, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആലോചിക്കുന്നു, നടന്നാലോചിക്കുന്നു, എന്നിട്ട് ഒന്നും കണ്ടൻറ്റ് കിട്ടുന്നില്ല. ലാസ്റ്റ് കിട്ടി, നമുക്കൊരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? ഓക്കെ, അപ്പം നമുക്ക് ഒരു ബ്രെഡ് എടുക്കാം. ഒന്നല്ല കേട്ടോ, 2 വേണം കേട്ടോ. നമുക്ക് ബ്രെഡ് എടുക്കാം, എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം, പാൻ വയ്ക്കുക, 2 ബ്രെഡ് വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ, വലിയതൊന്നും വേണ്ട. ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ബ്രെഡ് ചൂടാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് മുട്ട പൊരിക്കണം. മുട്ട പൊരിക്കാനായിട്ട് ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തു. മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ശരിയായി മയണൈസ് ഉണ്ടാക്കാം. മയണൈസ് ഉണ്ടാക്കാൻ സൺഫ്ലവർ ഓയിൽ വേണം, പക്ഷേ ഇവിടെ കണ്ടിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. നമുക്ക് അപ്പുറത്ത് വല്ലൊന്ന് പോയി നോക്കാം. ഗൈസ്, പോവാം. മയണൈസിന് ഉമ്മയുടെ വീട്ടിൽ പോകാൻ. അപ്പം ഈ മയണൈസ് അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആൾ കൂടിയിട്ടോ, അപ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കുകയാണ്. നമുക്ക് മയണൈസ് ഇടാം. ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. ആൻഡ് ഒറിഗാനോ, ഇത് പിന്നെ കുരുമുളക് പൊടി. ഞങ്ങൾ അതിനിടയ്ക്ക് മാങ്ങയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി മുളക് പൊടി ഇടാം. ആൻഡ് ദെൻ മിക്സ്. ഇനി ഇത്തിരി കെച്ചപ്പ് ഒഴിക്കാം കേട്ടോ. ആൻഡ് നമുക്ക് നല്ലോണം മിക്സ് ആക്കുക. ആൻഡ് നമുക്ക് ബ്രെഡിനകത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം ബ്രെഡിനകത്ത് നല്ലോണം ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഓക്കെ, ആൻഡ് നമുക്കിത് 3 ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. ക്ലോസ് ചെയ്യാം. റെഡി. അപ്പം ഗൈസ് കഴിച്ചു നോക്കാം. സൂയം നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഐ കാൺ സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, അപ്പം ഞാനിത് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ഐറ്റം. വേറെ ലെവലാണ് ഗൈസ്. ഇപ്പോൾ തീരും കേട്ടോ. ഞാനിപ്പോൾ കഴിച്ച് പൊളി സാധനം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം.